നന്ദുവിനോടാണ് ചോദ്യം. കേന്ദ്ര സർക്കാരിനും അതുപോലെ ഗവർണർക്കും എതിരെയുള്ള ആ ഒരു ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിന് പ്രത്യയശാസ്ത്രത്തിൻ്റെ തണലിൽ പുതിയ പരിപ്രേക്ഷ്യം നൽകി അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന ഒരു നയം, അതാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഗവർണറുടെ അധികാര അവകാശങ്ങൾ അത് കുട്ടികളെ പഠിപ്പിക്കുമെന്ന്. കുട്ടികൾക്ക് രാഷ്ട്രീയ അവബോധം ഉണ്ടാവണം, ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അറിയണം, ബോധ്യമുണ്ടാവണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പാഠ്യ പുസ്തകത്തിൽ, ഈ സാമൂഹ്യ ശാസ്ത്രത്തിൽ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കുത്തി നിറക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഫലം എന്തായിരിക്കും? ഇതിനകത്ത് നമ്മളിതിനെ കേവലം ഒരു സിലബസിലെ 4-5 പേജുകൾ മാത്രമായിട്ടല്ല ഇതിനെ കാണേണ്ടത്. ഇത് ഏത് ക്ലാസ്സിലേക്കാണ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം. കാരണം രാജ്യത്തിൻ്റെ അടുത്ത തലമുറ അടുത്ത ദിശാബോധത്തോടുകൂടി, രാഷ്ട്രസ്നേഹത്തോടുകൂടി, രാഷ്ട്രത്തിന് വേണ്ടി ആത്മാർത്ഥമായി രാഷ്ട്ര ചിഹ്നങ്ങളെ, രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെ, രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മൂല്യത്തെ, ഇതിനെയൊക്കെ നാളുകളിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട പൗരന്മാർ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഞാൻ മനസ്സിലാക്കുന്നത് 14 വയസ്സെന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 10ാം ക്ലാസ് ആ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾ. അപ്പോൾ അവിടെ തന്നെ അവരെ ഈ രാഷ്ട്രത്തിൻ്റെ ബിംബങ്ങൾക്കെതിരായി, രാഷ്ട്രത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരായി, രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരായി, രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും അധിക്ഷേപിച്ചും സംശയനിഴൽ നിർത്തിക്കൊണ്ടും അവരുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ കാലം മുൻപ് JNUവിൽ ഒരു മുദ്രാവാക്യം കേട്ട് ഞെട്ടിയിരുന്നു. ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: അഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരെ ഖാത്തിൽ സിന്ദാ ഹേ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള അർബൻ നക്സലുകൾക്കും ഭീകരവാദികൾക്കും ഇടതും വലതും ഇരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പേറുന്ന, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സീതാറാം യെച്ചൂരിയുള്ള, അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരുടെ ഇടവും വലവും ഇരുന്ന് അഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരെ ഖാത്തിൽ സിന്ദാ ഹേ എന്ന മുദ്രാവാക്യം വിളിച്ച് ഈ നാടിനെ കഷ്ണമാക്കണം എന്ന മുദ്രാവാക്യം വിളിച്ചവർക്കൊപ്പം ഇരുന്നത് എന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതും ഈ വിഷയത്തിനെ സമീപിക്കേണ്ടതും. കാരണം ഇതിനകത്തുള്ള വിഷയം, ഈ 14ാമത്തെ വയസ്സിൽ ഉള്ള ഒരു കുട്ടിയോട് നമ്മൾ പറയുകയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്, ജനാധിപത്യത്തിൻ്റെ അപകടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഇലക്ഷൻ കമ്മീഷനുകളെ ഒരു സംശയം നിലനിർത്തിക്കൊണ്ടുള്ള ചോദ്യം, ആ ചോദ്യത്തിനൊരു പാനൽ ഡിസ്കഷൻ അല്ലെങ്കിൽ ആ ചോദ്യത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായും 14 വയസ്സുകാരൻ്റെ മനസ്സിൽ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചൊരു സംശയം ആ 14ാമത്തെ വയസ്സിൽ തന്നെ രൂപപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തെ വിഷയം അവർ പറയുന്നത് ഗവർണറുടെ ഭരണഘടനാപരമായിട്ടുള്ള അധികാരം അത് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും. ഞാൻ പറയുന്നു, നിങ്ങൾ ആ അധികാരം കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾക്കില്ല. ഇതെല്ലാം ഒരു കുട്ടിക്ക്, ഇന്നത്തെ ജനറേഷനിലെ ഒരു കുട്ടിക്ക് 14 വയസ്സ് വേണ്ട. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 6ഓ 7ഓ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഈ വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്, അല്ലെങ്കിൽ ലോകത്ത് നിലവിലുണ്ട്. അപ്പോൾ എന്നിട്ടും നിങ്ങളിത് പഠിപ്പിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഗവർണറുടെ അധികാരങ്ങൾ പഠിപ്പിക്കണമെന്ന് CPMന് തോന്നിയത് അല്ലെങ്കിൽ ബോധ്യപ്പെട്ടത്? അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് കണക്ട് ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ഗവർണറും ഈ പറയുന്ന സർക്കാരും തമ്മിലുള്ള ഇഷ്യൂ. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയും CPM വൽക്കരിക്കുന്ന, CPMൻ്റെ ആശയങ്ങൾ, CPMൻ്റെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയിട്ടും CPMൻ്റെ ഭരണത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും അവിടുത്തെ കുട്ടികളെ SFI എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിനകത്ത് നടത്തുന്ന വിദ്യാഭ്യാസത്തെ കൊല്ലുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളെയെല്ലാം കണ്ട് സഹികെട്ടതിന് ശേഷം ഇതിൽ നിന്നൊരു മോചനം കേരളത്തിന് ഉണ്ടാവണം. കാരണം കേരളത്തെക്കുറിച്ച് പറയുന്നത് കേരളം ഇത്തരത്തിൽ അറിവുകളുടെ ഒരു കലവറയാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാടുകളിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ പഠന സ്ഥലങ്ങൾ, ഇതൊക്കെ മെച്ചപ്പെടേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇപ്പോൾ പെട്ടെന്ന് CPMന് ഇതിന് പ്രകോപനം ഉണ്ടാവാൻ കാരണം ഭാരതമാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഗവർണർ ഒരു പുഷ്പാർച്ചന നടത്തി. ഇതാണ് ഇവരെ പെട്ടെന്ന് തന്നെ പ്രകോപിപ്പിച്ചൊരു വിഷയം. ഞാൻ അപ്പോഴാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ അഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരെ ഖാത്തിൽ സിന്ദാ ഹേ എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന SFIയുടെയും CPMൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആശയം ഉൾക്കൊള്ളുന്ന അർബൻ നക്സലുകൾ,
അവർക്ക് ഈ വിഷയത്തിൽ കൃത്യമായി ഒരു നിലപാടെടുക്കേണ്ടി വരുന്നു. അവർക്ക് ഭാരതാംബയെ സ്വീകരിക്കാൻ സാധിക്കില്ല, ഭാരതത്തിൻ്റെ ചിഹ്നങ്ങളെ സ്വീകരിക്കാൻ സാധിക്കേണ്ട, ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ബിംബങ്ങളെ സ്വീകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കാലത്ത് ഇന്ത്യയുടെ ദേശീയ പതാകയെ പോലും അപമാനിച്ചിരുന്നവർ, ഒരു കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ആപത്ത് 15 എന്ന് ഘോരഘോരം പ്രസംഗിച്ചിരുന്ന CPM-ൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായൊരു നിലപാട് ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് ഒരു സാഹചര്യം. ഇനി ഇവർ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനോട് നിങ്ങൾ ഗവർണറും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് പഠിക്കണം. ഞാൻ പറയുന്നത് ആ ചർച്ച നല്ലതാണ്. ഒരു തരത്തിൽ നമ്മൾ ആ ചർച്ചയെ കാണേണ്ടത് വേറൊരു ആംഗിളിലാണ്. കാരണം എല്ലാ കാലത്തും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഇത്തരത്തിലുള്ള തീവ്ര അർബൻ നക്സലുകൾക്കും വേണ്ടിയിട്ട് ഒരു വശത്ത് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന സർക്കാരും, പിണറായി വിജയൻ്റെ സർക്കാരും, ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് നമ്മുടെ ഈ പറയുന്ന ഭാരതം സ്വതന്ത്രമായതിനു ശേഷം ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന കുതിപ്പുമായി മുന്നോട്ട് പോകുന്നൊരു സർക്കാർ, ആ വികസനം കേരളത്തിലും എത്തണം എന്ന ആശയത്തോടുകൂടി കേരളത്തിലേക്ക് എല്ലാ തരത്തിലുള്ള വികസനത്തിൻ്റെ കൈയും നീട്ടുമ്പോൾ ഇവിടുത്തെ സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, ഇവിടുത്തെ സങ്കുചിതമായ CPM-ൻ്റെ അർബൻ നക്സലുകൾക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിൽ CPM നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ജനദ്രോഹപരമായ നിലപാടുകൾ, ആ നിലപാടുകൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ആ നിലപാടുകൾ കേരളത്തിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഞാനൊരു ഒരു സന്ദർഭവശാൽ സൂചിപ്പിച്ചാൽ, ഇതിനകത്ത് പറയുന്ന ഒരു പാഠഭാഗത്തിൽ ഞാൻ കണ്ടത് കേരളത്തിലെ ആരോഗ്യരംഗം വലിയ മാതൃകയാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ മാതൃക നമ്മൾ കോട്ടയത്ത് കണ്ടതാണ്, പൊളിഞ്ഞു വീഴുന്നത് എങ്ങനെയാണ് എന്ന്. കേരളത്തിലൊരു അമ്മ മരിക്കാൻ കാരണം ചികിത്സ തേടി ആശുപത്രിയിൽ വന്നയാളിൻ്റെ തലയിലേക്ക് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ്, ആ ആതുരാലയം തന്നെ ഇടിഞ്ഞു വീണ് മരണപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അതിനൊക്കെ മുൻപ് നമ്മൾ ഇന്നിരുന്ന് സംസാരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ മുഖ്യമന്ത്രിയും പിണറായി വിജയൻ്റെ അധികാര സോപാനങ്ങൾക്ക് തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആതുരാലയം ഉള്ളത്. ഈ കേരളത്തിനകത്തുള്ള പല ആളുകളും, പല ജില്ലകളിൽ നിന്നുള്ള ആളുകളും മികച്ച ചികിത്സയ്ക്ക് വേണ്ടി വരേണ്ട സ്ഥലമാണ് ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അങ്ങനെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും ശസ്ത്രക്രിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിൽ ഒരു എളുപ്പമില്ലാതെ, ലജ്ജയുടെ ഏതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള എളുപ്പമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രഖ്യാപനവുമായി CPM എന്ന് പറയുന്ന പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, കേരളത്തിൽ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഇതൊന്നുമല്ല. കേരളത്തിൽ CPM-ൻ്റെ തന്ത്രങ്ങൾ CPM-ൻ്റെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്, കേരളത്തിലൊരു ചെറുപ്പക്കാരന് എങ്ങനെയാണ് നിങ്ങൾ പാർട്ടി സർവീസ് കമ്മീഷനാക്കി ഇന്ന് നിങ്ങൾ വച്ചിരിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ശിവരഞ്ജിത്തിനെയും നസീമിനെയും നിങ്ങൾ എങ്ങനെയാണോ പിൻവാതിലൂടെ ഇതിനകത്ത് കയറ്റാൻ ശ്രമിച്ചത്, അതെങ്ങനെയാണെന്ന് നിങ്ങൾ കേരളത്തിലെ ഈ 14 വയസ്സുള്ള ചെറുപ്പക്കാർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ നാളുകളിൽ അവരുടെ ഭാവി അങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ ലോകത്താദ്യമായി, എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ തന്നെ ആദ്യമായി ഒരു സ്ത്രീക്ക് അപമാനം ഏർപ്പെടുമ്പോൾ, അല്ലെങ്കിൽ സ്ത്രീക്ക് ഒരു പീഡനം ഏർപ്പെടുമ്പോൾ ആ പീഡനത്തിന് തീവ്രത അളക്കാൻ പോയ ഒരു പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്. അപ്പോൾ ആ തീവ്രത എങ്ങനെയാണ് അളക്കുന്നത് എന്ന് നിങ്ങളിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരു പാഠ്യവിഷയമാക്കാം. അങ്ങനെ നിരവധി വിഷയങ്ങൾ. ഒരു മനുഷ്യനെ ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ 51 വെട്ടുവെട്ടി മുഖത്ത് ഭാര്യയ്ക്കും മക്കൾക്കും ഒരു അന്ത്യചുംബനം കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭീകരവാദികൾ തോറ്റുപോകുന്ന നിലയിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് എന്ന് കേരളം ഡിബേറ്റ് ചെയ്യട്ടെ. നേരത്തെ സാറ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ ഗവർണറുടെ അധികാര പരിധികളെ കുറിച്ച് പറയുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ ഈ സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ശിവൻകുട്ടി തന്നെ, അതായത് ഈ കരിക്കുലം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച, ഈ പാഠ്യപദ്ധതി ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ബഹുമാനപ്പെട്ട നിയമത്തിൻ്റെ MLA, ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സഖാവ് ശിവൻകുട്ടിയുടെ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ചില പടങ്ങൾ, 2015 ഉള്ള ചില പടങ്ങൾ എടുത്ത് ആ പടങ്ങൾ അച്ചടിച്ച് കേരളത്തിലെ യുവാക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഒരു MLA എങ്ങനെയാണ് ആകാൻ പാടില്ലാത്തത് എന്ന്, ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ആകാൻ പാടില്ലാത്തത് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട മാതൃകയാക്കി ഈ പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടിയെ നിങ്ങൾ അവതരിപ്പിക്കണം. അതിനുള്ള തൻ്റെ ഇടമാണ് ആദ്യം CPM കാണിക്കേണ്ടത്. അല്ലാതെ അർബൻ നക്സലുകൾക്ക് വേണ്ടിയിട്ട്, തീവ്ര ഇസ്ലാമിയ ഫോബിയ കൊണ്ടു നടക്കുന്ന ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ രാഷ്ട്രീയം, ഞങ്ങളുടെ വികസന രാഷ്ട്രീയം നിങ്ങളിലേക്ക് കൈപിടിച്ചെത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തെ കയ്യിൽ നിന്ന് തട്ടിമാറ്റുന്ന നിങ്ങളുടെ രാഷ്ട്രീയമല്ല ഇവിടുത്തെ സാധാരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പറയേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ഞാൻ അതിനകത്ത് പറയാം. നിങ്ങൾ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ
മേഖലയും കുറിച്ചൊക്കെ നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങൾ PM ആർഷോയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ PGയും ഡിഗ്രിയും കൂടി ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നേ. നിങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിൽ ഇത്തരത്തിൽ കുണുവാവകളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നല്ല സാങ്കേതിക തികവോടുകൂടി ഇത്തരത്തിൽ അഴിമതി നടത്തുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നേ. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ CPM തയ്യാറുണ്ടോ? ആ ചോദ്യത്തിനാണ് CPM മറുപടി പറയേണ്ടത്.